ഒരു നടന്റെ പടം ഹിറ്റായാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതും അതേ പടം ഫ്ലോപ്പായി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നതും ഫാൻസ് എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളായിരിക്കും. പക്ഷെ ഒരാളുടെ തിരിച്ചുവരവിന് വേണ്ടി ഒരു ജനസമൂഹം ഒന്നടങ്കം ആവേശത്തോടെ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അവരെയാണ് ലെജൻഡ്സ് ആയി കണക്കാക്കപ്പെടുക. ഞാൻ കണ്ടത് എനിക്ക് ഇഷ്ടപ്പെട്ട ലാലേട്ടനെയാണ്. അങ്ങനെ ലാലേട്ടനാണ് എനിക്ക് കിട്ടിയത്. എനിക്കത് മതി. ഒരുപക്ഷെ മോശ സമയത്തായിരിക്കും അങ്ങേർക്ക് എത്രത്തോളം ഫാൻസ് ഉണ്ടെന്നും ഹേറ്റേഴ്സ് ഉണ്ടെന്നും ഒക്കെയുള്ള കാര്യം ശരിക്കും തിരിച്ചറിയാൻ സാധിക്കുക. എത്ര വലിയ മോശ സമയത്തും കൂടെ നിൽക്കുന്നവരായിരിക്കും ലോയൽ ഫാൻസ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് RCB ടീമിന്റെയൊക്കെ ഫാൻസ്. നമ്മൾ ചെറുപ്പം മുതൽക്ക് കണ്ട് ആരാധിച്ചു വളർന്ന ഒരു അപൂർവ നടൻ, അങ്ങനെ കണ്ട് ആസ്വദിക്കാൻ പാകത്തിനുള്ള ഒട്ടനവധി ചിത്രങ്ങൾ സമ്മാനിച്ചുകൊണ്ടിരുന്ന വ്യക്തി പെട്ടെന്നൊരിക്കൽ മോശം സിനിമകളിൽ മാത്രം തല കാണിക്കാൻ ആരംഭിച്ചാൽ എങ്ങനെയിരിക്കും? ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ ആയിരിക്കും ഒട്ടുമിക്ക മോഹൻലാൽ ആരാധകരും ഒരു 2019 മുതൽ കടന്നുപോയിട്ടുണ്ടാവുക. പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ലൂസിഫറിന് ശേഷം മോഹൻലാൽ അഭിനയിച്ച ഭൂരിഭാഗം സിനിമകളും പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഒടിയന്റെ സമയത്ത് അന്യായ ഹൈപ്പും ഓളവും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിലും പടം കണ്ടതോടെ അതൊക്കെ പോയി കിട്ടി. തിയേറ്ററിൽ ഇറങ്ങിയ നേരും OTTയിൽ ഇറങ്ങിയ ദൃശ്യം 2 മാത്രമായിരുന്നു ഈ ഗ്യാപ്പിൽ വളരെ മികച്ച ചിത്രങ്ങളെന്ന് എടുത്തു പറയാൻ പാകത്തിനുണ്ടായിരുന്നത്. പിന്നീട് അങ്ങോട്ട് മോഹൻലാൽ എന്ന വ്യക്തിയുടെ മോശം ടൈമായിരുന്നെന്ന് തന്നെ വേണം പറയാൻ. തൊട്ടതെല്ലാം പരാജയത്തിൽ ചെന്ന് അവസാനിച്ചു. ഈ ഒരു 5-6 വർഷ ഗ്യാപ്പിനിടയിൽ പൊട്ടിയ സിനിമകളുടെ ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിലെത്തിയ ലാലേട്ടന്റെ ബറോസ് കൂടി കണ്ടതോടെ തല പെരുത്തുപോയി. 10-40 കൊല്ലത്തിലധികം എക്സ്പീരിയൻസ് ഉള്ള സിനിമയെക്കുറിച്ച് A to Z എല്ലാം അറിയാവുന്ന ഒരു വ്യക്തിയിൽ നിന്നും ഇങ്ങനെ ഒരു പടമായിരുന്നില്ല നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. എന്തൊക്കെ പറഞ്ഞാലും മോഹൻലാലിന്റെ തിരിച്ചുവരവിലേക്കുള്ള ആദ്യ ചുവടായിരുന്നു എമ്പുരാന് കിട്ടിയ ഹൈപ്പ്. ഇത്രയധികം ഫ്ലോപ്പുകൾക്ക് ശേഷവും ഒരു മോഹൻലാൽ സിനിമയ്ക്ക് ഹൈപ്പ് കയറിയാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് എമ്പുരാനിലൂടെ നമുക്ക് കാണുവാൻ സാധിച്ചു. ഇപ്പോൾ ലോ ഹൈപ്പിൽ റിലീസായി തുടരുമെന്ന സിനിമയും ബോക്സ് ഓഫീസിന് പഞ്ഞിക്കിടുന്ന കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇന്ത്യയിലെ ഫസ്റ്റ് OG പാൻ ഇന്ത്യൻ സ്റ്റാർ എന്നറിയപ്പെടുന്ന ഇങ്ങേർക്ക് സത്യത്തിൽ കരിയറിന്റെ പീക്ക് ടൈമിനേക്കാൾ കൂടുതലുണ്ടായിരുന്നത് മോശം ടൈമായിരുന്നു. തമിഴിലെ മറ്റുള്ളവരെ അപേക്ഷിച്ച് എക്സ്പെരിമെന്റൽ സിനിമകളോടായിരുന്നു ഇങ്ങേർക്ക് താല്പര്യം. ഈ ടൈപ്പ് പടങ്ങൾ ബോക്സ് ഓഫീസിൽ ഹിറ്റാവാൻ സാധ്യത വളരെ കുറവാണെന്ന് അറിഞ്ഞിട്ടും ഇങ്ങനെയുള്ള സിനിമകൾ തിരഞ്ഞു പിടിച്ച് ചെയ്തിരുന്നത് കൊണ്ട് തന്നെ ഒട്ടുമിക്ക സിനിമകളും ബോക്സ് ഓഫീസിൽ വൻ പരാജയങ്ങളായിരുന്നു. ഇന്നിപ്പോൾ കണ്ടാലും ഈ പടമൊക്കെ എങ്ങനെ അന്നേ ചിത്രീകരിക്കാൻ സാധിച്ചു എന്ന് തോന്നിപ്പിക്കുന്ന വളരെ അഡ്വാൻസ്ഡ് ആയ മേക്കിംഗ് ക്വാളിറ്റി ഉള്ള ഒരുപാട് സിനിമകൾ കമലിന്റെ കരിയറിലുടനീളമുണ്ട്. പക്ഷെ അങ്ങേരെന്ന് കഷ്ടപ്പെട്ട് ചിത്രീകരിച്ച ഒട്ടുമിക്ക സിനിമകളെയും അന്നത്തെ ഓഡിയൻസ് ഫ്ലോപ്പാക്കി വിടുകയാണ് ചെയ്തത്. അന്ന് ഫ്ലോപ്പായി പോയ ഓരോ സിനിമകളെയും ഇന്നത്തെ ഓഡിയൻസ് മാസ്റ്റർ പീസ് ആയിട്ട് കണക്കാക്കുന്നു എന്നതും ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യമാണ്. അൻപേ ശിവം വരെ പൊട്ടിച്ച് കൈ കൊടുത്ത ടീംസാണ്. അതിൽ പിന്നെ ഇന്നേ വരെ സുന്ദർസി അങ്ങനെ ഒരു പടം എടുക്കാൻ മുതിർന്നിട്ടേ ഇല്ല. അങ്ങേരിപ്പോഴും MCUവിനെ തോപ്പിക്കാൻ പാകത്തിനുള്ള അരൺമണി സീരീസ് എടുത്തുകൊണ്ടിരിക്കുക. പക്ഷെ അതൊക്കെ ഹിറ്റാവുകയും ചെയ്യുന്നുണ്ട്. ദശാവതാരത്തിന് ശേഷം കമലിന്റെ കരിയറിലെ രണ്ടാമത്തെ ഡൗൺഫോൾ ആരംഭിച്ചു എന്ന് വേണമെങ്കിലും പറയാം. സത്യം പറഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് കമൽ എന്നൊരു നടൻ ഉണ്ടായിരുന്ന കാര്യം പോലും പലരും മറന്ന മട്ടായിരുന്നു. ഈ ഗ്യാപ്പിനിടയ്ക്ക് തൂങ്കാവനം, മന്മഥൻ അൻപു, വിശ്വരൂപം എന്നിങ്ങനെ കുറച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും പ്രേക്ഷകരുടെ ഇഷ്ടം പിടിച്ചു പറ്റാൻ ഈ സിനിമകളൊന്നും മതിയായിരുന്നില്ല. ഇതിനിടയ്ക്ക് ആകെ ചെറിയൊരു ആശ്വാസമായിട്ട് മാറിയത് ദൃശ്യത്തിന്റെ റീമേക്കായ പാപനാശം മാത്രമായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ അധംപതിച്ചിരുന്ന അങ്ങേര് സിനിമാ ജീവിതം മതിയാക്കി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. ഒരു കലാകാരൻ കലയെ ഉപേക്ഷിച്ചാലും ആ കല കലാകാരനെ ഉപേക്ഷിക്കില്ല എന്നോണം കറക്റ്റ് 3 വർഷത്തിനിപ്പുറം അങ്ങേരുടെ ഫാൻ ബോയായ ലോകേഷിന്റെ ഒപ്പം ചേർന്ന് 2022 വിക്രമിലൂടെ കൊടുത്തു ഒരു റീ എൻട്രി. അന്നോളം തമിഴ്നാട്ടിലുണ്ടായിരുന്ന എല്ലാ റെക്കോർഡുകളും തകർത്തുകൊണ്ട് ആ സിനിമ ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കുകയും ചെയ്തു. ഇതിൽ കൂടുതൽ എന്ത് വേണം? മുഖമൂടിക്കുള്ളിലുള്ളത് കമലഹാസനാണെന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയായിരുന്നിട്ടും ആ മുഖമൂടി ഊരി കഴിഞ്ഞപ്പോൾ കിട്ടിയത് വൺ ഓഫ് ദി ബെസ്റ്റ് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇന്ന് തന്റെ കരിയറിലെ പീക്ക് ടൈമിലിരിക്കുമ്പോൾ സിനിമയോട് വിട പറയുന്ന വിജയ്ക്ക് നേരത്തെ ഒരു കടന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അങ്ങേര് പോലും ഓർത്തു നോക്കാൻ ആഗ്രഹിക്കാത്ത ഒരു കടന്നുകാലം. അന്നൊക്കെ വർഷത്തിലൊരു പടം എന്ന രീതിയിലല്ല വിജയ്ക്ക് സിനിമ ചെയ്തുകൊണ്ടിരുന്നെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഒരു പടം ഹിറ്റ് അടിച്ചാലും ബാക്കി 2 ഫ്ലോപ്പ് ആവുന്നത് പതിവ് കാഴ്ചയായിരുന്നു. അന്നത്തെ വിജയ്ക്ക് ഫാൻ ബേസ് ഉണ്ടാക്കിയെടുക്കാൻ പ്രധാന പങ്ക് വഹിച്ച ഒരു ചിത്രമായിരുന്നു 2004 ഇറങ്ങിയ ഗില്ലി. പിന്നെ 2005 പുറത്തിറങ്ങിയ സച്ചിൻ തിരുപ്പാച്ചിക്ക് അത്യാവശ്യം ഓടിയെങ്കിലും ആ ഒരു വർഷത്തിനിടയ്ക്ക് 4 ഫ്ലോപ്പുകളാണ് വിജയ് നേടിയത്. 2007 പുറത്തിറങ്ങിയ മഹേഷ് ബാബുവിന്റെ പോക്കിരിയുടെ റീമേക്ക് ഒഴിച്ചു നിർത്തിയ പിന്നീട് അങ്ങോട്ട് ഇറങ്ങിയ സിനിമകളെല്ലാം തന്നെ
പിന്നീട് അവസാനം വിജയ് തന്നെ നേരിട്ടിറങ്ങി ഇന്ന ഡയറക്ടർ വേണം, ഇന്ന മ്യൂസിക് ഡയറക്ടർ വേണം എന്ന് അങ്ങേരുടെ അച്ഛനോട് തന്നെ ഡിമാൻഡ് ചെയ്ത് 2012 പുറത്തിറങ്ങിയ സിനിമയാണ് തുപ്പാക്കി. കേൾക്കുമ്പോൾ അവർ என்ன சொன்னார்னா எனக்கு பெரிய டைரக்டர் கொடுங்க, பெரிய காம்பினேஷன் கொடுங்க, நான் வந்து கால்ஷீட் தரேன்னாரு. തുപ്പാക്കിയാണ് വിജയ്ക്ക് അങ്ങേരുടെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ കംബാക്ക് ഒരുക്കി കൊടുത്ത ചിത്രം. മാത്രമല്ല ഈ സിനിമയുടെ വിജയം അങ്ങേർക്ക് ഒരുപാട് ഫാൻസിനെ നേടിക്കൊടുക്കുകയും ചെയ്തു, ഒരുപാട് റെക്കോർഡുകൾ തകർക്കാനും സഹായിച്ചു. വയസ്സ് 70 കടന്നിട്ടും ബോക്സ് ഓഫീസിൽ ഇന്നും വലിയൊരു തരംഗം സൃഷ്ടിക്കാൻ കഴിയുന്ന നടനാണ് രജനികാന്ത്. ഇങ്ങേർക്ക് സത്യത്തിൽ ബോക്സ് ഓഫീസിൽ അടിപതറിയ ചരിത്രം വളരെ വളരെ കുറവാണെന്ന് വേണം പറയാൻ. കാരണം ഒരു കാലത്ത് തമിഴ്നാട്ടിലെ മൊത്ത ബോക്സ് ഓഫീസ് റെക്കോർഡുകളും ഇങ്ങേരുടെ കാൽ കീഴിലായിരുന്നു. ഇങ്ങേരുടെയൊക്കെ വെറും ആവറേജ് പടങ്ങൾ പോലും 100 ദിവസത്തിൽ കൂടുതൽ ഓടുന്നതൊക്കെ പതിവ് കാഴ്ചയായിരുന്നു അന്ന്. 2010 ഇറങ്ങിയ എന്തിരൻ എന്ന വമ്പൻ വിജയ ചിത്രത്തിന് ശേഷം 3 വർഷത്തോളം അങ്ങേര് സിനിമയൊന്നും ചെയ്തില്ല. പിന്നീട് 2014 ഇറങ്ങിയ കോച്ചടയാനും ലിംഗയും 8 നിലയിൽ പൊട്ടിയതോടെ 2015 പടമൊന്നും ചെയ്യാതെ പിന്നീട് 2016 തിരിച്ചു വരാൻ ശ്രമിച്ച പടമായിരുന്നു കബാലി. അന്ന് കബാലിക്ക് കിട്ടിയ ഹൈപ്പിന്റെ കാര്യമൊന്നും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ലെന്ന് കരുതുന്നു. കാരണം പല സ്റ്റേറ്റുകളും താണ്ടി പല രാജ്യങ്ങളിലും ട്രെൻഡായ പടമായിരുന്നു കബാലി. ആക്ച്വലി പടമല്ല, ട്രെയിലറും ടീസറും മാത്രം. പടത്തിന്റെ ഓല എന്തായിരുന്നു എന്ന് തിയേറ്ററിൽ നിന്ന് പടം കണ്ടവർക്ക് മാത്രമേ അറിയൂ. രജനികാന്തിന്റെ എൻട്രി സീനെത്തിയപ്പോൾ കുറെ പേര് കിടന്ന് കാറും കൂവുകയൊക്കെ ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞ് ഒരൊറ്റ മനുഷ്യൻ അനങ്ങിയിട്ടില്ല. പിന്നീട് 2018 കാല 2.0 എന്നിങ്ങനെ 2 സിനിമകൾ ഇറങ്ങി. കാല പിന്നെ പോക്ക് കേസായിരുന്നു എന്ന് സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അറിയായിരുന്നു. പക്ഷേ എന്തിനും പാർട്ട് 2 ഈ കോലത്തിലായി തീരുമെന്ന് ഒറ്റൊരു മനുഷ്യൻ പോലും പ്രതീക്ഷ കാണില്ല. പിന്നീട് 2019 രജനിയുടെ കട്ട ഫാൻ ബോയായ കാർത്തിക് സുബ്രാജിലൂടെയാണ് ഒരു ക്ലീൻ ഹിറ്റ് കിട്ടുന്നത്. അതും ഒരു 2004 കണ്ടിരുന്ന രജനിയുടെ അതേ സ്വാഗ്, അതേ സ്റ്റൈലോടെ. സത്യത്തിൽ തമിഴിലും മലയാളത്തിലും ഒക്കെ ആയിട്ട് ഒരുപാട് നടന്മാരെ റീ എൻട്രിക്കായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എടുത്തു പറയാനാണെങ്കിൽ തമിഴിൽ സൂര്യയും വിക്രവും ഒക്കെ. ഈ വർഷം റിലീസായ വിക്രമിന്റെ വീരാധീര സൂര്യയൊക്കെ പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയിട്ടും ഫ്ലോപ്പായി എന്നാണ് കേട്ടത്. ഒരു തവണ കംബാക്ക് കൊടുത്തതുകൊണ്ട് അങ്ങേരിനി ഒരിക്കലും ഫ്ലോപ്പ് പടങ്ങളെ ചെയ്യില്ല എന്നല്ല അതിനർത്ഥം. ഇപ്പോൾ വിക്രമിലൂടെ കംബാക്ക് കൊടുത്ത ശേഷം കമൽഹാസന്റെ തിയേറ്ററിൽ റിലീസായ സിനിമയാണ് ഇന്ത്യൻ 2. പക്ഷെ നമ്മളെ കൊണ്ടൊന്നും സാധിക്കില്ലെന്ന് ഹേറ്റേഴ്സ് പറയുമ്പോൾ, അല്ലെങ്കിൽ കൂട്ടം കൂടി നിന്ന് അപമാനിക്കുമ്പോൾ, തന്നെ കൊണ്ടൊന്നും അതിന് പറ്റില്ല എന്ന് പറയുമ്പോൾ, ഇല്ല എന്നെ കൊണ്ടും പറ്റുവാടാ എന്ന് അവർക്ക് മുന്നിൽ തെളിയിച്ചു കാണിക്കുന്നതിനെയാണ് കംബാക്കായി ഞാൻ കണക്കാക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എമ്പുരാൻ റിലീസാവുന്നതിന് മുൻപ് ഒരുപാട് പേര് ലിയോയുടെ ഫസ്റ്റ് ഡേ ഒരിക്കലും തകർക്കാൻ പോണില്ല എന്ന് പറഞ്ഞ് നടന്നിരുന്നതും, പക്ഷെ അപ്രതീക്ഷിതമായി എമ്പുരാൻ വന്ന് കൊലത്തൂക്ക് തൂക്കിയപ്പോൾ അവരൊക്കെ വായടച്ച് നിന്നതും. ഒരു മാസീവ് കംബാക്കിന് ശേഷം അങ്ങേരുടെ എത്ര പടങ്ങൾ ഫ്ലോപ്പായി കഴിഞ്ഞാലും അങ്ങേരുടെ അടുത്ത പടത്തിന് പോസിറ്റീവ് വീണ് കഴിഞ്ഞാൽ ആളുകൾ തിയേറ്ററിലേക്ക് എത്തുമെന്ന വിശ്വാസം ജനങ്ങൾക്കുള്ളിൽ ഉണ്ടാക്കാൻ ഈ മാസീവ് കംബാക്കുകൾ സഹായിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. For my boy.